ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമ്മൂസ് വേൾഡ്. എന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വിൻ്റർ ക്യാപ്പാണ്. വിൻ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്പ്, ഇയർ വാർമറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതെങ്ങനെയാണ് ചെയ്യാമെന്നാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡയമണ്ട് സ്റ്റിച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ബ്രൈറ്റ് സിൽക്ക് വൂൾ എന്ന് പറഞ്ഞിട്ട്, ഇത് പോളിസ്റ്റർ ത്രെഡാണ്, സിൽക്കി ഫിനിഷിങ്ങുള്ള. നമുക്കിനി ക്യാപ്പ് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് 100% പോളിസ്റ്റർ ആയിട്ടുള്ള ഒരു ത്രെഡാണ്. 4.5 mm നീഡിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒരു 10 ചെയിൻ ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോൾ ചെയ്യുന്നത് ക്യാപ്പിൻ്റെ ബാൻഡാണ്, ഏറ്റവും താഴെയുള്ള പോർഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് വിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ചെയിൻ ഇൻക്രീസ് ചെയ്യാം, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡിക്രീസ് ചെയ്യാം. 10 ചെയിൻ ഇട്ട് എക്സ്ട്രാ ഒരു ചെയിൻ കൂടെ ഇട്ടിട്ട് ആ എക്സ്ട്രാ ഇട്ട ചെയിൻ സ്കിപ്പ് ചെയ്ത് അതിനടുത്ത ചെയിനകത്ത് സിംഗിൾ ക്രോഷറ്റാണ് ചെയ്യേണ്ടത്. ഓരോ ചെയിനിനകത്തും ഓരോ സിംഗിൾ ക്രോഷറ്റ് വേണം ചെയ്യാൻ. ഇത് കുട്ടികളുടെ സൈസിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 10 ചെയ്യേണ്ട ആവശ്യമില്ല, 7 അല്ലെങ്കിൽ 8 ആ ഒരു നമ്പേഴ്സിൽ മതി, വിട്ട് കുറച്ചിട്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് അഡൾട്ട് സൈസിലാണ്, അതുകൊണ്ടാണ് 10. ഇനി ഇത് കൂടുതൽ വേണം, ഇത് ഫോൾഡ് ചെയ്ത് വെക്കണം അതിൻ്റെ ബാൻഡ് ഏരിയ എന്നുണ്ടെങ്കിൽ നമുക്കിത് 15 or 20 ആക്കിയിട്ട് കൂട്ടാം. നമ്മൾ ഓരോ ചെയിനകത്ത് ഇപ്പോൾ ഓരോ സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു ചെയിൻ ഇട്ടതിൻ്റെ ശേഷം ഇത് ടേൺ ചെയ്യാം. ഇനി നമ്മൾ സിംഗിൾ ക്രോച്ചറ്റ് ഇടുമ്പോൾ ചെയിനിനകത്തല്ല, ഇതിൻ്റെ ബാക്ക് ലൂപ്പിന് മാത്രമായിട്ടാണ് ചെയ്യുന്നത്. മുഴുവനായിട്ടുള്ള ചെയിനകത്തല്ലാണ്ട് അതിൻ്റെ ബാക്കിൽ ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ് സിംഗിൾ ക്രോച്ചറ്റ് ചെയ്തു പോകുന്നത്. ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും സിംഗിൾ ക്രോച്ചറ്റ് മാത്രം ചെയിനകത്ത് നോർമൽ നമ്മൾ ചെയ്യുന്നത് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് സെൻറ്ററിൽ വരുന്ന 8 എണ്ണം നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ഡിസൈൻ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇതിനിപ്പോൾ ഇങ്ങനെ വേണ്ട, നോർമലി ഉള്ള ഒരു ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ എൻഡിൽ വരുന്ന ചെയിൻ നമ്മൾ ഒന്നിച്ച് ഇതുപോലെ ചെയിനിനകത്ത് തന്നെ ഇടും. ഇതുപോലെയാണ് പാറ്റേൺ കിട്ടുക. നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അത്ര ലെങ്ത്തിലേക്ക് ഈ സെയിം പാറ്റേൺ ചെയ്തു പോവാം. അഡൾട്ട് സൈസിനാകുമ്പോൾ 18-20 ഒക്കെ ഇഞ്ചിൽ വേണം. ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട് വന്നപ്പോൾ 20 ഇഞ്ചായിട്ടുണ്ട്. നമ്മളിത് 20 ഇഞ്ചിൽ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത് അഡൾട്ട് സൈസാണ്, 19 അല്ലെങ്കിൽ 20 ഇഞ്ചിൽ അത്രയും ലെങ്ത്ത്, അത്രയും ഇതിൽ വേണം അഡൾട്ടിനാവുമ്പോൾ. ബേബീസിനാവുമ്പോൾ നമ്മൾ പിന്നെ ഒരു ഏജിനുള്ള ഇതിനനുസരിച്ച് കുറച്ചും കൂട്ടിയിട്ടും ചെയ്യണം. ഇനി നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഇതിൻ്റെ എഡ്ജ് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഓരോ സിംഗിൾ ക്രോച്ചറ്റ് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തു വരണം. ഇതിൻ്റെ ബേസാണ്. ഇനി ഈ ചെയ്യുന്ന സിംഗിൾ ക്രോച്ചറ്റിലാണ് നമ്മൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ കംപ്ലീറ്റഡായി. നമ്മൾ ഏറ്റവും ആദ്യം ഇട്ട ചെയിനിനകത്ത് സ്ലിപ്പ് നോട്ട് ഇട്ട് യോജിപ്പിച്ചു. ഇനി നമുക്ക് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് ഒത്തിരി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കുമാണ്. നമ്മൾ ആദ്യം ഒരു ചെയിൻ ഇട്ടതിൻ്റെ ശേഷം അടുത്ത ചെയിനിനകത്ത് ഇതുപോലെ നീഡിൽ കയറ്റി ത്രെഡ് പുറത്തെടുക്കുക. വീണ്ടും അടുത്ത സ്റ്റിച്ച് സെയിം. അതിന് ശേഷം ആദ്യത്തെ 2 റിങ്സിനകത്തൂടെ പുറത്തേക്ക് വീണ്ടും ഒരു ചെയിൻ ഇട്ടതിന് ശേഷം അടുത്ത ചെയിനിനകത്ത്, അടുത്ത 2 ചെയിനിനകത്ത് ജസ്റ്റ് പ്രത്യേകിച്ചൊരു സ്റ്റിച്ചും ചെയ്യുന്നില്ല. ത്രെഡ് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ചെയിനകത്തോടെ ത്രെഡ് പുറത്തെടുക്കുന്നു. നെക്സ്റ്റ് വീണ്ടും 2 റിങ്സിനകത്ത്
വീണ്ടും 2 റിങ്സിനകത്തൂടെ പുറത്ത്. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ ക്യാപ്പിന് ഫുള്ളായിട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ 2 റിങ്സിനകത്തൂടെ പുറത്തിട്ടിട്ട് ചെയിൻ ഇടാൻ മറക്കരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചെയിൻ ഇട്ടിട്ട് വേണം. അപ്പോഴാണ് ദേ ഇതിനകത്ത് സെൻറ്ററിൽ ഒരു സ്റ്റിക്ക് പോലെ വരുന്ന രീതിയിൽ ആ പാറ്റേൺ വരിക. ചെയിൻ ഇട്ടതിൻ്റെ ശേഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ. ഒത്തിരി ഈസിയാണ് ചെയ്യാൻ. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ ഒരു 2-3 റോ കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഡിസൈൻ എത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ട് കാണുന്നു എന്നുള്ളത് മനസ്സിലാവും. ലാസ്റ്റത്തെ നമ്മൾ ആദ്യമായിട്ട് ചെയിനിനകത്ത് ലാസ്റ്റത്തെ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം യോജിപ്പിക്കുക. ഇനി വീണ്ടും നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ചെയിനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഓരോ തവണ ഇട്ടെടുക്കുന്നത് ഇതിൻ്റെ മുൻപേട്ട് സ്റ്റിച്ചിൽ ഓരോ സ്റ്റിച്ചിനും സെൻട്രലായിട്ട് ഇതുപോലെ ഈ സ്റ്റിക്ക് പോലെ ഉണ്ടാവും. ഇതിന് ഒരെണ്ണത്തിന് ഫസ്റ്റ് ഗ്യാപ്പിനകത്ത് ദെൻ സെക്കൻഡ് ഗ്യാപ്പിനകത്ത് ഇങ്ങനെ വേണം ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് എത്ര ലെങ്ത്തിലാണോ വേണ്ടത്, അഡൾട്ട് സൈസിൻ്റെ ക്യാപ്പ് ആകുമ്പോൾ കറക്റ്റ് അതിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചിൽ വരും. അപ്പം നമ്മൾ എത്ര ഇതിലാണോ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ചെയ്യേണ്ടത് അത്രയും നമ്പേഴ്സിൽ ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മളിത് ഡിക്രീസ് ചെയ്യണം. ചെയ്തിട്ട് കാണിക്കാം. അത്യാവശ്യം കുറച്ച് ലെങ്ത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മെഷർമെൻ്റ് എടുത്ത് നോക്കുക. നമുക്ക് ടോട്ടലി വേണ്ടത് 8 ഇഞ്ചാണ്. ഒരു 6 ഇഞ്ചിന് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിക്രീസ് ചെയ്ത് തുടങ്ങണം. ഇതിപ്പോൾ ഈ നോർമൽ സ്റ്റിച്ച് സെയിം പാറ്റേണ് 15 ലെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ 15 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഡിക്രീസ് ചെയ്യുന്ന, അതായത് ക്യാപ്പ് ക്ലോസ് ചെയ്ത് വരുന്ന ആ ഒരു പാറ്റേൺ ആണ് ചെയ്യേണ്ടത്. നോർമലി നമ്മൾ ചെയ്യുന്ന പാറ്റേൺ ആദ്യത്തെ ഒരു 5 സ്റ്റെപ്പിൽ സെയിം പാറ്റേൺ ചെയ്യുക. ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ഡിക്രീസ് ചെയ്യുക. ഒറ്റ തവണയായിട്ട് അങ്ങനെ ഡിക്രീസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ ബേബീസിൻ്റെ ക്യാപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 to 6 ലെങ്ത്ത് മതിയാകും. അപ്പോൾ ഒരു 4.5 ഇഞ്ച് വരുന്ന സമയത്ത് നമ്മൾ ഡിക്രീസ് ചെയ്ത് തുടങ്ങണം. നമ്മൾ നോർമലി ചെയ്യുന്ന സെയിം ലെവലിൽ 5 സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം ഇത് നമ്മൾ 6ാമത്തതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ 2 തവണയായിട്ട് 2 സെറ്റായിട്ട് വരും. എന്നിട്ട് ആദ്യത്തെ 2 റിങ്സിനകത്തൂടെ പുറത്തെടുക്കുന്നതിന് പകരം 3 റിങ്സിൽ എടുക്കുക. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ 2 സ്റ്റിച്ച് ചുരുങ്ങിയിട്ട് ഒറ്റ സ്റ്റിച്ചായിട്ട് വരും. അതേപോലെ ഓരോ പ്രാവശ്യവും 5 എണ്ണം നോർമലായിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ട് 6th വണ്ണ് നമ്മൾ ഡിക്രീസ് ചെയ്യുക. ഇനിയിപ്പോൾ ഡിക്രീസാണ്. നമ്മളിത് ചെയിനിട്ട് ആദ്യത്തെ 2 ഗ്യാപ്പിനകത്തൂടെ അടുത്ത സ്റ്റിച്ചിൻ്റെ 2 ഗ്യാപ്പിനകത്തൂടെ പുറത്തേക്ക് എടുത്തു. ആദ്യത്തെ 3 റിങ്സിനകത്തൂടെ ത്രെഡ് പുറത്തെടുത്തു. വീണ്ടും നെക്സ്റ്റ് 3. ഓക്കെ, ഇത് 5 എണ്ണം കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ അറൗണ്ട് ചെയ്ത് ചെയ്യുക. അറൗണ്ട് ചെയ്ത് ചെയ്തതിൻ്റെ ശേഷം ഏറ്റവും ആദ്യം ഇട്ട ചെയിനകത്ത് നമ്മളൊരു ചെയിൻ ഇട്ടിട്ട് ജസ്റ്റ് യോജിപ്പിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് റൗണ്ട് ചെയ്തിട്ട് സെയിം സ്റ്റിച്ച് ഡിക്രീസും ഇൻക്രീസും ചെയ്യാതെ ഇപ്പോൾ എത്ര എണ്ണമാണോ ഉള്ളത് അത്രയും എണ്ണത്തിനകത്ത് റിപ്പീറ്റ് ചെയ്യുക. ആ റൗണ്ട് കഴിഞ്ഞ് നമ്മൾ യോജിപ്പിച്ചു. വീണ്ടും നമ്മൾ നെക്സ്റ്റ് റൗണ്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇൻക്രീസ് ചെയ്യുക. ഇതിൽ നമ്മൾ ചെയ്യുന്നത് 4 എണ്ണം നമ്മൾ നോർമലി ചെയ്തിട്ട് 5ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഡിക്രീസ് ചെയ്യും. 4 എണ്ണം നോർമലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 5th വണ്ണ് നമ്മൾ വീണ്ടും ഡിക്രീസ് ചെയ്യാം. ഫസ്റ്റ് ഗ്യാപ്പ്, സെക്കൻഡ് ഗ്യാപ്പ്, തേർഡ് ഗ്യാപ്പ്, 4th ഗ്യാപ്പ്, ത്രെഡ് പുറത്തെടുത്ത് ഫസ്റ്റ് 3 ലൂപ്സ്, നെക്സ്റ്റ് 3 ലൂപ്സ്. ഇതുപോലെ അറൗണ്ട് ചെയ്ത് ചെയ്യാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ഓരോന്ന് മാത്രമായിട്ട്, അതായത് ഒന്ന് ഇടവിട്ടിട്ടുള്ള സ്റ്റിച്ചിൽ വേണം ഡിക്രീസ് ചെയ്ത് വരാനായിട്ട്.
നമ്മൾ ഓരോ റൗണ്ട് ഇടവിട്ടിട്ട് ഡിക്രീസ് ചെയ്ത് ടോട്ടലി ഇപ്പോൾ 25 റൗണ്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, 25 റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ കറക്റ്റ് 8 ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ത്രെഡ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കുറച്ചധികം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് സാധാരണ ഒരു നീഡിൽ, സാധാരണയല്ല ഒരു പോയിൻറ്റഡ് അല്ലാത്ത രീതിയിലുള്ള നീഡിലെടുത്തിട്ട് ഇതിനകത്ത് ഇതുപോലെ ലൂസ് ചെയ്തിട്ട്, ടൈറ്റ് ആവാതെ ലൂസാക്കിയിട്ട് അറൗണ്ട് ചെയ്ത് ഇത് ഓൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിത് ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ബീഡ്സ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ യോജിപ്പിക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. റൗണ്ട് ചെയ്തിട്ട് എല്ലാ ചെയിനിനകത്തൂടെ ആയിട്ട് ഇതുപോലെ ഇത് കഴിഞ്ഞ് നന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വലിച്ചു കഴിയുമ്പോൾ അത് ഇതുപോലെ ഇത് ക്ലോസ് ആയി കിട്ടും. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, ഓപ്പൺ ആയി വരരുത്. അത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്നുകൂടി അതൊന്ന് യോജിപ്പിക്കുക. ഇപ്പം നമ്മൾ അറൗണ്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് ചെറുതാക്കിയിട്ട് ടൈറ്റ് ചെയ്ത് ഇതുപോലെ ഒന്നുകൂടെ ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്ത്, ക്യാപ്പിൻ്റെ ഉൾഭാഗത്തേക്ക് ഈ ത്രെഡ് എടുത്തിട്ട് അവിടെയും നമ്മൾ നന്നായിട്ട് 2-3 സ്റ്റിച്ച് ചെയ്ത് ടൈറ്റ് ചെയ്ത് ബാലൻസ് വരുന്ന ത്രെഡ് ഹൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിൻ്റർ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. വേറെ ഒരു സൂപ്പർ ഐറ്റമായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ ഫോർ ഓൾ.